സംഭവങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും അതാ പറഞ്ഞ അത്ര മെച്ചൂറുള്ള ഒരാളായിരിക്കണം, മനസ്സിലായി, കാര്യബോധമുള്ള ആളായിരിക്കും. അനുവിനെക്കാട്ടിലും മെച്ചൂരിറ്റി എന്ന് പറയുമ്പോൾ നല്ല മെച്ചൂരിറ്റി വേണം. മെച്ചൂരിറ്റി നല്ലപോലെ വേണം. അങ്ങനെ ഇനി എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കൂല എന്നല്ല, എനിക്കൊരു എന്തായാലും ഒരു ഇണ വേണം. ഇണ മീൻസ് ഒരു പാർട്ട്ണർ വേണം, എനിക്കൊരു ഹസ്ബൻഡ് വേണം, കുട്ടികൾ വേണം, എനിക്കൊരു തലമുറ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളെ. ഇപ്പം എൻ്റെ ചേച്ചിക്കൊരു മോനുണ്ട്, അപ്പം അവൻ ഇനി വലുതായി വരുമ്പോൾ അവനെ കല്യാണം കഴിപ്പിക്കാൻ എന്നൊക്കെ എൻ്റെ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ എനിക്ക് ഈ ഒരു ഫീൽഡ് നിൽക്കുകയും വേണം, കല്യാണം കഴിക്കണം, ഫാമിലി വേണം, എനിക്ക് 2-3 മക്കൾ വേണം, അവരെ പഠിപ്പിക്കണം. ഇപ്പം മോളാണെങ്കിലും മോനാണെങ്കിലും അവരെ കല്യാണം കഴിപ്പിച്ച് വിടണം. അപ്പം പറയണം അനു ആർട്ടിസ്റ്റ്, അനുവിൻ്റെ അമ്മയാണ്, അനു എൻ്റെ അമ്മയാണ് പണ്ട് അഭിനയിച്ചിരുന്നത്, അങ്ങനെയൊക്കെ പറയണം. മനസ്സിലായി. അതായത് അനുവിന് അഭിനയം വേണം, ഭർത്താവ് വേണം, കുഞ്ഞുങ്ങൾ വേണം, ഇതെല്ലാം ഫീൽഡ് നിർത്താൻ ഉദ്ദേശിച്ചില്ല. എനിക്കൊരു എൻ്റെ ഒരു ഭാഗ്യമാണ് ഈ ഒരു ഫീൽഡ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അല്ലേ ചേട്ടാ? ഒത്തിരി പേര് ഈ ഒരു ഫീൽഡ് കയറാൻ വേണ്ടി ഒരുപാട് കഴിവുള്ള നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടികൾ നിൽക്കുന്നുണ്ട്, ഇഷ്ടംപോലെ. പിന്നെ റീൽസ് ഒക്കെ കാണുന്നില്ലേ, എന്തോ ടാലന്റ് ആയിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ അവർക്കൊക്കെ ഒരു അവസരം കിട്ടണേന്നാണ്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഭയങ്കര വലിയ ഭാഗ്യമാണ് ഇല്ലേ? ഈ ഒരു ഇനാഗുറേഷൻ ആണെങ്കിൽ ഇപ്പൊ ചേട്ടൻ വന്നതിന് ചേട്ടൻ പറഞ്ഞില്ലേ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി കുറെ, അതൊക്കെ എന്റെ ഭയങ്കര ഭാഗ്യമാണ്. അങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ ഈശ്വര. അപ്പം അതുപോലെ ആ ഒരു ഭാഗ്യം ഞാൻ ഒരിക്കലും കളയത്തില്ല. പിന്നെ അതുപോലെ അനു ഇന്നത്തെ സ്റ്റേജിൽ വെച്ചിട്ട് പറഞ്ഞു കിട്ടുന്ന പൈസ മൊത്തം സ്വർണം മേടിച്ചു വെക്കാന്നുള്ളത് അച്ഛനെ അന്നോട്ടേ പറയുന്നുണ്ട്. നമ്മൾ അമ്മയും ഞാനും പണ്ട് മുതലേ ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിച്ചില്ലെന്ന് അവർ ഇപ്പോഴും പറയാറുണ്ട്. ജനിച്ചപ്പോൾ മുതൽ ബുദ്ധിമുട്ടിക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പോ എന്താന്ന് പറഞ്ഞാല് പഠിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പം ചേച്ചി ട്യൂഷൻ എടുക്കുമായിരുന്നു, ഞാൻ ട്യൂഷൻ എടുക്കുന്നു. ഞാൻ ഈ കുഞ്ഞു മക്കളെ ട്യൂഷൻ എടുക്കും, ചേച്ചി വലിയ കുട്ടികളെ. ആ സമയം മുതലേ 100, 200, 50 നമുക്ക് ഫീസ് മാസം കിട്ടുന്നത്. അപ്പം ഞങ്ങൾക്കിപ്പം എന്തെങ്കിലും ബാഗോ എന്തെങ്കിലും ഡ്രസ്സോ ഈ പറയുന്ന കമ്മലോ ഐലൈനറോ പൊട്ടോ ഒക്കെ മേടിക്കുമ്പോൾ ഈ പൈസ കൂട്ടി വെക്കുമായിരുന്നു. പിന്നെ നമുക്ക് കൊടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതിൽ കൊണ്ടിട്ടാണ് ഞങ്ങൾ കാശ് സേവ് ചെയ്തിരിക്കുന്നത്. അന്ന് മുതലേ ഞങ്ങൾ കാശ് സേവ് ചെയ്യാൻ തുടങ്ങിയതാണ് ഞാൻ എൻ്റെ ചേച്ചി. അപ്പോൾ എനിക്കറിയാം കാശിൻ്റെ വില എന്താണെന്നും, നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് എന്തും മേടിക്കാം നമ്മുടെ ലൈഫിൽ. നമ്മൾ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? കാശിന് വേണ്ടിയിട്ടല്ലേ. കാശില്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിവും കുറെ പഠിച്ചു വെച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല, ജോലി എന്തെങ്കിലും വേണം. അപ്പൊ കയ്യിൽ കാശ് നമുക്ക് വേണം. അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് എന്തും മേടിക്കാം, എന്തും ഇഷ്ടമുള്ള ഫുഡ് വേണമെങ്കിലും മേടിച്ച് കഴിക്കാം. നമുക്ക് കടം ചോദിക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് അപ്പോൾ എനിക്കത് നിന്ന് പഠിച്ചു. പിന്നെ ഞാൻ +2 കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. അപ്പോഴും ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കുക, എനിക്ക് ഈ ഞാൻ സാൻസ്ക്രിറ്റ് എടുത്ത് പഠിച്ചത്. അപ്പോൾ എൻ്റെ മാമൻ പറഞ്ഞു, മാമൻ സാറാട്ടോ നല്ല സ്കോപ്പാണ്, ഇതെടുത്ത് പഠിച്ചത്, പെട്ടെന്ന് ഏതെങ്കിലും സ്കൂളിൽ കയറാമെന്ന് പറഞ്ഞു, പഠിച്ചിറങ്ങിയാൽ മതി അപ്പം കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്ലാൻ. ഈ ഇതിലോട്ട് ടീച്ചറൊക്കെ ആയിരുന്നു ഒന്ന്. പക്ഷേ ഈ ഒരു ഫീൽഡ് വരുന്ന അറിയത്തില്ലായിരുന്നു. അപ്പോഴും കാശ് സേവ് ചെയ്യുക. ഈ ഒരു ഫീൽഡ് വന്ന സമയത്ത് കയ്യിൽ കിട്ടുന്നത് 1000 രൂപയാണ്. അന്ന് എനിക്ക് മനസ്സിലായി, കുറച്ച് സമയം അഭിനയിച്ചപ്പോൾ എനിക്ക് 1000 രൂപ കിട്ടി, പിന്നെ 1500 കിട്ടി, പിന്നെ 2000, 3000, പിന്നെ 0ന്റെ എണ്ണം കൂടിക്കോണ്ട് വന്നു. പിന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് ദൈവം തന്നൊരു കഴിവാണ് ഈ അഭിനയിക്കാൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഇത്. അപ്പൊ എന്തായാലും അത് കളയാൻ പാടില്ല. നമ്മൾ അഭിനയിക്കുക, നമ്മൾ മാക്സിമം ഈ പറയുന്ന പോലെ നിൽക്കുന്ന സമയത്ത് കാശുണ്ടാക്കിയിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ടൊന്നുമില്ല, ഇല്ല ആവശ്യഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ സഹായിക്കുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല, സഹായിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ പറയുന്ന പോലെ ഫുഡാണെങ്കിൽ ഡ്രസ്സാണെങ്കിൽ. പക്ഷെ ഞാൻ പറഞ്ഞു നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മളത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ചെയ്യണം. ഒത്തിരി പേര് ചെയ്യാറുണ്ടല്ല. ഒരു എന്താ പറയുക ഫിനാൻഷ്യലായിട്ട് അത്ര പോലും സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ഒത്തിരി പേര് എനിക്കറിയാം. അവർ മറ്റുള്ളവരെ സഹായിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ യൂട്യൂബിലും. ഇല്ല കേട്ടോ, ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല ചേട്ടാ. ചില ആൾക്കാർ വീഡിയോ ചെയ്തിടുന്നെന്ന് പറഞ്ഞാല് അവർ നല്ലവരെന്ന് കാണിക്കാം. അത് നമ്മൾ ഹിന്ദിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഫുഡ് കൊണ്ടുകൊടുക്കുന്നത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് തടവി ഇങ്ങനെ ഓരോ കട്ടായിട്ട് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര. പക്ഷെ ശരിക്കും നമ്മൾ ഒരാൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നത് ശരിക്കും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം. അത് കണ്ടിട്ടെങ്കിലും മറ്റുള്ളവർ ചെയ്യണം. അതാണ് ജെന്യുൻ എന്ന് പറഞ്ഞാൽ, എടാ അളിയാ നീ പെട്ടെന്ന് വീഡിയോ എടുത്തോടാ, എന്നാ ഫുഡ് കൊടുക്കുന്നത്, ശരി. അപ്പം അങ്ങനെ അതിനുവേണ്ടി ചെയ്യരുത്. നമ്മൾ അങ്ങനെയുള്ള വീഡിയോകൾ ഇപ്പം ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ. അത് അങ്ങനെ ഇടണം വീഡിയോ. എനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ എടുത്തിരുന്നും ഞാൻ അങ്ങനെ ആരും ഇല്ല ഒന്നാമത്തെ കാര്യം.
അതുകൊണ്ട് എനിക്ക് മടി. അപ്പൊ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എല്ലാരും പറയും ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വലിയ സംഭവം നന്മ ചെയ്യുന്നു കാണിക്കാൻ വേണ്ടി. എനിക്ക് അതുകൊണ്ട് ഒരു താല്പര്യമില്ല. അല്ല അങ്ങനെ ചെയ്യാതിരിക്കുന്നില്ല, പക്ഷെ അറിയാതെ കൊടുക്കുക, ആൾക്കാർ അറിയാതെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആരുടെയും ഇത് കിട്ടിയ സ്നേഹം, അതിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ട് കാര്യമില്ല. ദൈവം നമുക്ക് തരുന്നുണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് അത് മതി. തീർച്ചയായിട്ടും അനുവിൻ്റെ നല്ല വാക്കുകളുണ്ട്. ഇനി എനിക്ക് രണ്ട് കാര്യങ്ങളോട് അനു ചെയ്തു തന്നാൽ നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ ഇവിടെ ഫിനിഷ് ആവും. ഒന്ന്, എനിക്ക് അനുവിൻ്റെ ഔട്ട്ഫിറ്റ് വർത്ത്, നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണ്ണമായിക്കോട്ടെ, ഡ്രസ്സ്, അത് നമുക്ക് പിന്നെ പറയാം. അതിന് മുമ്പായിട്ട് അനു നന്നായിട്ട് മിമിക്രി ചെയ്യും ജനാർദ്ദൻ സാറിന്. ജനാർദ്ദൻ സാറിന് ഒന്ന് ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, അത് സംസ്കൃതത്തിൽ 2 വാക്ക്, സംസ്കൃതം അല്ലായിരുന്നു, 2 വാക്ക്. ആദ്യം നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അത് നോർമലി നോക്ക ട്രൈ ചെയ്യാം. നമ്മുടെ ജനാർദ്ദൻ സാറ് സംസ്കൃതത്തിൽ സ്വാഗതം ചെയ്യാൻ പോവാണ്. ഫുള്ള് എല്ലാവർക്കും മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. മൂവി വേൾഡ് മീഡിയ ഇംഗ്ലീഷ് പറഞ്ഞോ? എല്ലാവർക്കും എന്നുള്ളതൊക്കെ കിട്ടാൻ ഉണ്ട്, ഭയങ്കര പാടാണ്. ഇഷ്ടമുള്ള സംസ്കൃതം 2 വാക്ക് പറഞ്ഞുതരാം. കച്ചിക്കാന്ത വിരക കുരണ സ്വദീക. അതിന്റെ അർത്ഥം എന്തുവാ? അത് കൊറേ ഉണ്ട്. അതൊരു ശ്ലോകത്തിന്റെ ഒരു വരി മതി. ആണോ? ഒരു മിനിറ്റ്, ഇത് കട്ട് ചെയ്തേ. ഇനി പെട്ടെന്ന് വരില്ല, വെറുതെ ഇരിക്കുമ്പോ വരും. ഇത് പെട്ടെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ട്രൈ ചെയ്തു. അത് മതി, അത് കറക്റ്റ് ആണ്. അത് ആദ്യത്തെ അതേപോലെ പോരട്ടെ, മറ്റേ സംസ്കൃതം കൂടെ ഇപ്പൊ പറഞ്ഞത്. ഇത് മറ്റേ MS അല്ലേ? ഹോ ആക്കിയാ നോക്കട്ടെ. ഹോ അത് മറ്റേ അല്ല, അത് വരുന്നില്ല. അത് വേറെ ആരാ? ഏതാ? ഹൈ ഹൈയാ എൻ പിള്ളെ കാണിക്കുമായിരുന്നല്ലോ. എൻ പിള്ള സാറിനെ തൃപ്പൂണിത്തുറ സാറിനെ കാണിച്ചേ. ശിവ ശിവ കറക്റ്റാ, പറ ബാക്കി ഇതെന്താ ഈ കാണുന്നത്? പറഞ്ഞോ? അല്ല, ആരുമില്ല പറഞ്ഞു. ഇതൊക്കെ കണ്ടിട്ട് എന്റെ പൊന്നു മക്കളെ, നിങ്ങളൊന്നും അനുകരിക്കരുത്. ഇതൊക്കെ ഒത്തിരി ട്രെയിൻ ചെയ്ത് അനു ഭയങ്കരമായിട്ട് പ്രയത്നിച്ചൊരു സംഭവമാണ്. പറഞ്ഞോ? പറയാം. ഓ ശിവ ശിവ, എന്തായി കാണിക്കണേ? എന്തായാലും ഇതിന്റെ ട്രോൾ എന്തായാലും വരും. എനിക്ക് ചേട്ടാ, എനിക്ക് നമുക്ക് വരണം. നമ്മുടെ ട്രോൾ എത്ര വന്നെന്നറിയോ? അത്രയും നമുക്ക് നമ്മൾ അത്രയും ഫേമസ്. പക്ഷെ ഇത്രയും പോരാ. 2 ഡയലോഗാ പറ. എന്താ? ശിവ ശിവ എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. അത് പോരെ? വേറെ എന്തെങ്കിലും ഡയലോഗ് എത്ര നാളായിട്ട് അറിയത്തില്ലയോ? ജനാർദ്ദൻ സാറിനെ പറ നോക്കട്ടെ. അത് നേരത്തെ പറഞ്ഞല്ലോ, ഹോ പട്ടച്ചാര വിട്ടോ കൊട്ടാരം. അയ്യ, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതാവും. നമ്മള് മിമിക്രി ചെയ്യുന്ന ആളല്ലല്ലോ. അല്ല, പാട്ട് പാടും. പാട്ട് പാടും, പാടാറുണ്ട്. മുളക് കഴിച്ചിട്ട് ഒരു പാട്ട് പാടിയായിരുന്നു. അതൊക്കെ തമാശക്കാ. ശരിക്കും അതിനകത്തുള്ള മിക്കതും ജനുവിനാണെന്ന് അറിയാം. അടി കൊള്ളുന്ന സത്യത്തിൽ അടി കൊള്ളുമ്പോ അനുവിന്റെ ഒരു എക്സ്പ്രഷൻ കാണുമ്പം ഭയങ്കര ആക്ടിങ് ആണെന്ന് വിചാരിക്കും. പക്ഷെ ആ സത്യത്തിൽ അത് നല്ല വേദന ഉണ്ടോ? ഉണ്ടോ? പിന്നെ നല്ല വേദന ആണോ? ഈ ഷോർട്സ് ഒക്കെ ഇട്ടോണ്ട സമയത്ത് കറക്റ്റ് താഴത്തിനടിക്കുമല്ലോ. വേറെ ഉറക്കുന്നില്ല കുട്ടി കേട്ടോ, മാത്രമേ പറയുന്നുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഈ 2 പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഔട്ട്ഫിറ്റ് കൂടെ നോക്കിയിട്ട് ഒരു വരി പാട്ട് ഇഷ്ടമുള്ള ഇറ്റ്സ് അപ് ടു യു. കണ്ണാന്തുമ്പി പോരാമോ? പാടിക്കും. അതല്ലേ സേഫ് സോങ്? അതാ പാടിക്കും. വെണ്ണില ചന്ദനക്കിണ്ണം കൈ മാറ്റ്. ഒന്നുകൂടെ ഉറക്കപ്പാട്. ഇയാളെ എനിക്ക് ട്രോള് ഇവിടെ ആരുമില്ല. വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കോയിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകം കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞളി കൂടൊരുക്കാൻ വാ. കാലിൽ എല്ലാം അറിയാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ കേട്ടോ, വളരെ സന്തോഷം. നന്നല്ല, നമ്മളെ പറ്റുന്ന നമ്മൾ പാടിയിട്ടുണ്ട്. അത്ര നമ്മൾ പാട്ടുകാരൊന്നുമല്ല. ഞാൻ നന്നായിട്ട് പാടുന്നതാണ്. വെള്ളമൊക്കെ കുടിച്ച് പാടുന്നതാണ്. വെള്ളം തട്ടെ കുടിക്കുക, പാടാവോ? അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ, കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ഇതല്ലേ സന്തോഷം. ഇപ്പൊ ഇത് എന്റെ കള്ള സൗണ്ട് ആണേ. ഇതിന്റെ കള്ള സൗണ്ട് ഉണ്ടോ? അതായത് എന്റെ സൗണ്ട് വെച്ചിട്ട് വെണ്ണില ചന്ദനക്കിണ്ണം അങ്ങനെ പാടാൻ. പാട്. അത് പാടി
ചേട്ടന് കണ്ടന്റിന്റെ വേണ്ടി ചേട്ടൻ ഇപ്പൊ ചോദിക്കുന്നത് കള്ള സൗണ്ട് എന്ന് പറഞ്ഞ സൗണ്ട് കുറച്ച് പാടുന്നത് അങ്ങനെ പാടാൻ പറ്റും. ചില ആൾക്കാർ നമ്മൾ ഈ ഒരു ബാസ് സൗണ്ട് എടുത്തിട്ട് വെണ്ണീല ചന്ദനക്കിണ്ണം അങ്ങനെ പാടും. വെണ്ണീല ചന്ദനക്കിണ്ണം പല വേരിയേഷനിലും പാടാന്ന് അനു പറയുന്നത്. അത്രേ ഉള്ളൂ. വെണ്ണീല ചന്ദനക്കിണ്ണം അങ്ങനെയും പാടാം. കള്ള സൗണ്ട് എന്നല്ല പറയുന്നത്. കള്ള സൗണ്ട് എന്ന് പറഞ്ഞ ഇത് വെണ്ണീല ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ ഇതാണ് കള്ള സൗണ്ട്. അത് ലോ പിച്ച് എന്ന് പറയും, മറ്റേത് ഹൈ പിച്ച്. കള്ള സൗണ്ട് എന്നല്ല കള്ള സൗണ്ട് ഇത്. വെണ്ണീല ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ ഓഹോയ് കുഞ്ഞിളം കയ്യിൽ മെല്ലെ ഇതാണ് കള്ള സൗണ്ട്. എനിക്ക് പാടാൻ ഇഷ്ടമാണ്. ഞാൻ വീട്ടിലെ പാടുള്ളൂ. സ്റ്റാർ മാജിക്കിന് വേണ്ടി. വളരെ സന്തോഷം. നമുക്കിപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം നമ്മൾ സംസാരിച്ചു. പല വിശേഷങ്ങൾ സംസാരിച്ചു, കല്യാണ കാര്യങ്ങൾ സംസാരിച്ചു, ആക്ടിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, പലതും സംസാരിച്ചു. വളരെ സന്തോഷം. കഴിഞ്ഞ 4 വർഷത്തിലെ ശേഷം ഇപ്പോൾ ഈ 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല അല്ലേ? അപ്പോൾ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്തായാലും മൂവി വേൾഡ് വീഡിയോയിൽ അല്ല യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. ഒത്തിരി തവണ ചേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും ചില സമയങ്ങളിൽ. അപ്പം എന്തായാലും സന്തോഷം. വീണ്ടും വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്തു. ഭയങ്കര സന്തോഷം. പിന്നെ വേറെന്താ പറയാനുള്ള, പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒത്തിരി തിരിച്ചും ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. താങ്ക് യു. കീപ് സപ്പോർട്ടിങ് അല്ലേ? അപ്പം വളരെ സന്തോഷമാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ ഈ 2024 എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മെയിനായിട്ടും കല്യാണം തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് വരുന്ന വഴിയെ വരട്ടെ. കല്യാണത്തിന് മുന്നേ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ചെയ്യാം. അത് വരട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം. നല്ലൊരു സിനിമ കഥാപാത്രമായിട്ടുള്ള സിനിമ കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ പോലെ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. 7 വർഷം കൊണ്ട് അനു അടിപൊളിയായി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞോണ്ടല്ല എങ്കിലും അത് ദൈവം കൊണ്ടു തന്നു. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ വരട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇനി ഇന്റർവ്യൂ വെച്ച് തരണം കേട്ടോ. എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.